സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെ ദീപികാരുണ്യ ഹൃദയത്തിലേക്ക് നമുക്ക് തിരുസഭ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകളനുസരിച്ച് പോപ്പ് ഫ്രാൻസിസ് ഏതാനും സമയം മുമ്പ് ഈ ലോകത്തിൽ നിന്നും ഈശോയുടെ അടുത്തേക്ക് പോയി എന്നുള്ളതാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. പോപ്പ് ഫ്രാൻസിസ് ഈ ലോകത്തിൽ നിന്നും നിത്യതയിലേക്ക് പ്രവേശിച്ചു എന്നാണ് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈശോയുടെ ദീപികാരുണ്യ ഹൃദയത്തിലേക്ക് നമുക്ക് പരിശുദ്ധ പിതാവിൻ്റെ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ ലോകമെമ്പാടുമുള്ള സകല വിശ്വാസികളുടെയും ബോധ്യത്തിനായി മനുഷ്യവർഗത്തിന് മുമ്പിൽ ഉയർത്തി നിർത്തിയ പത്രോസിൻ്റെ പിൻഗാമിയായിട്ട് അല്ലേ നമ്മൾ ചിന്തിച്ചതായിരുന്നു. അതായത് പത്രോസിനെ എന്തുകൊണ്ടാണ് ഈശോ മാർപ്പാപ്പായി തിരഞ്ഞെടുത്തത്? നമുക്കിനിയും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ആരാണ് വരുന്നതെന്ന് നമുക്ക് കർത്താവിന് നിശ്ചയമാണ്, അതിനോട് പ്രാർത്ഥിക്കാം. അതേസമയം തന്നെ ഈ ഒരു ചിന്ത, അതായത് എന്തുകൊണ്ടാണ് പത്രോസിനെ ഈശോ മാർപ്പാപ്പായി സ്വന്തക്കാരും സഹോദരങ്ങളും അല്ലെ യേശുവിൻ്റെ ബന്ധുക്കളും യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ബന്ധുക്കളായിട്ടൊന്ന് പലരും ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ ആരെയും തിരഞ്ഞെടുക്കാതെ പത്രോസിനെ സഭയുടെ സ്ഥാപകനായി, സഭയുടെ തലവനായി ഈശോ നിയോഗിച്ചത് നമുക്കറിയാം. ഒറ്റ കാര്യം കൊണ്ടാണ്, അതായത് ക്രിസ്തു വരാനിരിക്കുന്ന ക്രിസ്തു നീ തന്നെയാണെന്ന് പത്രോസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ക്രിസ്തുവിനെ ആര് ഏറ്റുപറയുന്നു? ഇടയ്ക്ക് ഇന്ന് യോഹന്നാനിൽ പറയുന്നത് ആരാണ് അന്തിക്രിസ്തു, ആന്റൈ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തുവിനെ എതിർക്കുന്നവരാരാണ്? അതായത് ദൈവം, യേശു മനുഷ്യനായി മനുഷ്യനായ ഭൂമിയിലേക്ക് വന്ന് അവതരിച്ചതാണ് ക്രിസ്തു. യേശു ക്രിസ്തു എന്ന് നിഷേധിക്കുന്നവനാണ് അന്തിക്രിസ്തു എന്നാണ്, അല്ലേ? അതാണ് യോഹന്നാനിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ പത്രോസാണ് ആരാണ് ഞാനെന്ന് നിങ്ങൾ പറയുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ചോദിച്ചപ്പോൾ പത്രോസ് മാത്രമാണ് പറഞ്ഞത്, നീയാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതായത് യേശുവിനെ ക്രിസ്തുവായിട്ട് പത്രോസ് ഏറ്റുപറഞ്ഞതുകൊണ്ടാണ് പത്രോസ് മാർപ്പാപ്പായിട്ട് ഉയർത്തിയത്. ആ ഒരു പ്രഖ്യാപനം നൂറ്റാണ്ടുകളിലൂടെ കടന്നു വരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പായും അത് തന്നെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ നിത്യതയിലേക്ക് യാത്രയായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, അടുത്ത ആ ഒരു മാർപ്പാപ്പ വരുമ്പോഴും വേറെന്തോ ആരും എവിടെയൊന്നും ആയിക്കോട്ടെ, പക്ഷേ യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് പൂർണ്ണബോധ്യത്തോടെ ഏറ്റുപറയുന്ന ഒരാളെ കർത്താവ് തൻ്റെ പിൻഗാമിയായിട്ടല്ല, പത്രോസിൻ്റെ പിൻഗാമിയായി, ഫ്രാൻസിസ് മാരുടെ പിൻഗാമിയായിട്ട് നിയോഗിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനതാണല്ലോ. ഈശോയുടെ സ്നേഹത്തിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം. ഈ ലോകത്തിൽ എന്തെല്ലാം പീഡകളായിരുന്നല്ലേ, എന്തെല്ലാം സഹനമായിരുന്നു. നമ്മൾ വിചാരിക്കും ഒരു മാർപ്പാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നല്ല സ്ഥാനമല്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പീഡനമാണ്, മാനസികമായിട്ട് എപ്പോഴും പീഡനമാണ്, ശാരീരിക പീഡനം ഉണ്ടായിരുന്നു. ഈശോ പത്രോസിനോട് പറഞ്ഞ ലൂക്ക 22 പറഞ്ഞ വചനമുണ്ടല്ലോ, അതായത് പത്രോസേ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. നിന്റെ വിശ്വാസം അതായത് ഗോതമ്പിൽ ഈ കച്ചിയിൽ നിന്നും ഗോതമ്പ് അതിൻ്റെ അടിച്ച് മാറ്റണമെങ്കിൽ നല്ല നിലത്തിട്ട് അടിക്കണം. കച്ചിയിൽ നിന്നും ഗോതമ്പ് വേർതിരിക്കണമെങ്കിൽ മെതിക്കുക എന്ന് പറയും നമ്മൾ, നെല്ല് മെതിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയും കച്ചിയിൽ നിന്നും നെല്ല് അല്ലെങ്കിൽ അരി വേർപെടുത്തിയെടുക്കണം, അല്ലെങ്കിൽ നെൽമണികൾ കതിർമണികൾ വേർപെടുത്തിയെടുക്കണം എന്ന് പറഞ്ഞ പോലെ പത്രോസ് സാത്താൻ നിന്നിൽ നിന്നും വിശ്വാസത്തെ വേർപെടുത്താനായിട്ട് അങ്ങേയറ്റം നിന്നെയിട്ട് മെതിക്കും, നിന്നെയിട്ട് ചവിട്ടും, നിന്നെയിട്ട് ഉപദ്രവിക്കും. എന്നാൽ ഞാനോ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നിനക്ക് വേണ്ടി അതൊരു മേഖല ഉണ്ട്. പ്രിയമുള്ള ഈശോയുടെ സാന്നിധ്യമാണ് എന്നുമല്ലേ. അതായത് ലൂക്ക 22:31 ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. സഹോദരരെ, അതാണ് കത്തോലിക്ക സഭ പല മാർപ്പാപ്പമാർക്കും പലപ്പോഴും തെറ്റുപറ്റിട്ടുണ്ട് ഇടയ്ക്കൊക്കെ അല്ലേ. പക്ഷെ അവർ തിരിച്ചു വന്നു. അടുത്തൊരാൾ വരുമ്പോൾ സഭയുടെ പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നു. അതുകൊണ്ടാണ് ഇന്നും കത്തോലിക്ക സഭ ലോകത്തിൽ സാത്താനോട് പോരാടിക്കൊണ്ട് നിലനിൽക്കുന്നത് അല്ലേ.
നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നന്ദി പറയാം. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ആ യുദ്ധം തീർന്നു. ഒരു കണക്കിന് നിത്യതയിലേക്ക്, സമാധാനത്തിലേക്ക് പോയി. ഒരു യുദ്ധമായിരുന്നു, വലിയൊരു യുദ്ധമായിരുന്നു. സാത്താനോടുള്ള പോരാട്ടം. എന്തെല്ലാം കാര്യങ്ങളെന്നല്ലേ. സമർപ്പിക്കാം, നന്ദി പറയാം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നന്ദി പറയാം. ഈശോയെ, നിനക്ക് വേണ്ടി ജീവിതം, നമ്മൾ പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കുന്നുണ്ട് മാർപ്പാപ്പയെ കുറിച്ച്. പക്ഷെ എൻ്റെ ഉള്ളിൽ നല്ല ബോധ്യമുണ്ട്. ഈശോയോടുള്ള സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കുന്ന, പാപികളെ സ്നേഹിക്കുന്ന അല്ലേ. ഈശോതായിരുന്നല്ലോ എല്ലാവരോടും കല്ലെറിയാൻ കൊണ്ടുവന്ന പാപിനിയായ സ്ത്രീയെ കല്ലെറിയാതെ വിട്ടപ്പോൾ അന്ന് ഇവനെ തട്ടണം, ഇവനെ ശരിയാക്കണം, ഇവൻ ശരിയല്ല, ഇവൻ യഹൂദരുടെ നിയമമൊന്നും പാലിക്കുന്നില്ല. അന്ന് വരെ ഒരു പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു നിയമമുള്ളൂ അവർക്ക്. ആ നിയമം മാറ്റിയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇനിമേൽ മോളെ പൊക്കോ, ഇനിമേൽ പാപം ചെയ്യരുത് കേട്ടോ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ നീ പാപം ചെയ്യരുത്, പൊക്കോ എന്ന് പറഞ്ഞ് അവൾ പോയ പോക്ക് അത് കണ്ടപ്പോൾ ഇവര് പറഞ്ഞു ഇവനെ തട്ടണം, ഇത് ശരിയല്ല. നമ്മുടെ പാരമ്പര്യമൊന്നും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പാപികളെ ചേർത്ത് പിടിച്ചത്, പാപം ചെയ്യാനുള്ള, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഞാൻ കണ്ടിരുന്നു. പറയാൻ പറ്റും നല്ല ആത്മീയബോധ്യത്തോടെ. പാപികളെ ചേർത്ത് നിർത്താൻ, അവരെയും ദൈവം സ്നേഹിക്കുന്നു, അവരെ വീണ്ടെടുക്കാനാണ് ഈശോ ലോകത്തിലേക്ക് വന്നതെന്ന് നല്ലൊരു ബോധ്യം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. പല തീരുമാനം, പല പ്രവർത്തനങ്ങളൊക്കെ പലപ്പോഴും അദ്ദേഹത്തെ പലരും വിമർശിച്ചിട്ടുണ്ട്. നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ആത്മാവിൽ നിത്യതയിലേക്ക് ഒന്നായി തീരട്ടെ, ഈശോയുടെ സ്നേഹത്തിൽ ഒന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ഈ ഉത്ഥാന തിരുനാൾ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ തിരുസഭയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഓർപ്പിച്ച കാര്യം എന്തായിരുന്നു, അതായത് നമ്മൾ ഒരു ഈസ്റ്റർ കഴിഞ്ഞ് ഇനിയും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് പോകരുത്. നമ്മൾ പഴയ അവസ്ഥയിലേക്ക് പോകരുത്. നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറച്ച് വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും ഒക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ച് യേശുവിനെ ഒരിക്കലും സംശയിക്കരുത്. അവൻ ഒരിക്കലും നമുക്കൊരു ദോഷവും വരുത്തിയിട്ടില്ല. മറഞ്ഞിരിക്കുന്ന സാത്താനാണ് തിന്മയും പ്രശ്നങ്ങളും കൊണ്ടുവരുന്നത്. യേശു ഇന്നും കുരിശിൽ കിടന്ന് നമുക്ക് വേണ്ടി കരഞ്ഞ് നിലവിളിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് വെളിപാട് 5 ഇന്നും ഇപ്പോഴും വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്നത് വരെയും തൻ്റെ മുറിവേറ്റ ശരീരം പിതാവിന് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കൾക്കും ലോകമെമ്പാടുള്ള സകല മനുഷ്യർക്കും വേണ്ടി വ്യക്തിപരമായി ഈശോ കുരിശിൽ അനുഭവിച്ച ഓരോ മുറിവുകളും പിതാവിന് മുമ്പിൽ വെളിപാട് 5 കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടുവെന്നാണ് വെളിപാടിൽ യോഹന്നാൻ ദർശനത്തിൽ കണ്ടത്. വാനമേഘങ്ങളിൽ കുരിശിന്റെ അടയാളത്തോടെ എന്ന് പറഞ്ഞു. കുരിശിന്റെ അടയാളത്തോടെ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഞാൻ ചിന്തിച്ച് ഇങ്ങനെ പടവ് കണ്ടല്ലോ, യേശു കയ്യിൽ കുരിശുമായിട്ട് ഇങ്ങനെ തടിക്കുരിശുമായിട്ട് വരുന്നല്ല. യേശുവിന്റെ ശരീരത്തിലുള്ള ആണിപ്പഴുതുകളും അവന്റെ വിലാപ്പുറത്തെ മുറിവുകളും അതും പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും അവൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നത്. അധികാരത്തോടെ വരുമ്പോൾ അതെ, അവരെ ക്രൂശിച്ച, അന്ന് ഞങ്ങൾ ക്രൂശിച്ച അവനാണ് യഥാർത്ഥ ക്രിസ്തു എന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. തങ്ങൾ കുത്തിവെങ്കിലേക്ക് അവർ നോക്കും എന്നൊക്കെ പറഞ്ഞൊരു വചനമുണ്ടല്ലോ. അപ്പൊ കുരിശിന്റെ അടയാളത്തോടെ മുറിവേറ്റ കരങ്ങളും മുറിവേറ്റ നെഞ്ചിലെ മുറിവുമൊക്കെ ആയിട്ടായിരിക്കും വാനമേഘങ്ങൾ അവൻ അധികാരത്തോടെ പ്രതാപത്തിൽ വരുമ്പോൾ കുരിശിന്റെ അടയാളത്തോടെ വരുന്നവരുണ്ട്. നമ്മളത് അറിയണം. നമ്മൾ ഈ നാളുകളിലെ കുരിശുമുത്തുകയും അവനെ ആരാധിക്കുകയൊക്കെ ചെയ്തു. അവൻ നമുക്ക് വേണ്ടി, ഈശോമിശിഹായ നീ ഞങ്ങൾക്ക് വേണ്ടി പീഡ സഹിച്ച അല്ലേ, നിന്റെ കുരിശിനെ ഞങ്ങൾ ആരാധിച്ച് വണങ്ങുന്നു പറയുമ്പോൾ ആ മരക്കുരിശിനൊരു വിലയൊന്നുമല്ല. പക്ഷേ ഈശോ കടന്നതുകൊണ്ട് ആ മരക്കുരിശിനെ യഹൂദരുടെ അപമാനത്തിന് ചിഹ്നമായിരുന്ന മരക്കുരിശിനെ മഹത്വത്തിൻ്റെ ചിഹ്നമാക്കി മാറ്റിയത് നമ്മൾ പറയാം. പക്ഷേ യേശു നമുക്ക് വേണ്ടി തൻ്റെ ശരീരം അർപ്പിച്ചുകൊണ്ടാണ് ആ കുരിശിൽ ബന്ധിതനായത്. യേശുവിൻ്റെ ശരീരം, അതാണ് നമ്മൾ പറയുന്നത് അല്ലേ, കരുണയുടെ ഭാഗത്ത് ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അത് ഏറ്റുപറയണം നമ്മൾ. അപ്പോൾ നമ്മൾ യേശുവിനെ ഒരിക്കലും സംശയിക്കരുത്. ഒരു കാരണത്താലും നമ്മൾ പറയരുത് അവനാണ് എനിക്കിത് വരുത്തിയെന്ന് സാത്താൻ ഇന്ന് പലരുടെ ഉള്ളിക്കൊണ്ട് പറയുന്നുണ്ട്. ചില ദൈവം ഇല്ല എന്ന് പറയുന്നുണ്ട്, ചില പറയുന്നുണ്ട് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ. യേശു പോലും നമുക്ക് വേണ്ടി അങ്ങേയറ്റം കഷ്ടം സഹിച്ചവനാണ് ഈ ഭൂമിയിൽ വന്ന്. സാത്താനോടുള്ള പോരാട്ടത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. സഹനത്തിലൂടെയാണ്, സഹനമെന്ന ആയുധമാണ് പിശാചിനെ ജയിക്കാനായിട്ട് ദൈവം നമുക്ക് നൽകിയത്. നമുക്ക് സഹനം അനുവദിച്ചത് അത് പിശാചിനോട് പോരാടാനുള്ള ഒരു ആയുധമായിട്ട് നമുക്ക് നൽകിയതാണ്. പിശാചിനോട് പോരാടാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് സഹനം. അതിന് പിശാചിനെ സഹിക്കാൻ പറ്റും, അവന്റെ കയ്യിൽ ആയുധം ഇല്ല.
ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, സഹിക്കുക, സ്നേഹിക്കുക, ക്ഷമിക്കുക, ഇതാണ് യേശു ഉപയോഗിച്ച ആയുധങ്ങൾ. സഹിക്കുക, ക്ഷമിക്കുക, സ്നേഹിക്കുക. ഈ 3 ആയുധങ്ങളാണ്. നമുക്ക് ഇന്ന് നടുവേദനയുണ്ടോ, കൈക്ക് വേദനയുണ്ടോ, കാലിന് വേദനയുണ്ടോ, അത് സഹനം ഒരു ആയുധമാണ് പിശാചിനോട് പോരാടാൻ. ആയുധം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിക്കും നമ്മുടെ വിജയം. അതാണ് അനുദിനം കുരിശെടുത്ത്, സ്വയം ഇല്ലാതായി അനുദിനം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന് ഈശോ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഈ ഉത്ഥാന തിരുനാളിലൂടെ, ഈ ഉത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. പരിശുദ്ധ അമ്മ സാത്താന്റെ ശത്രുവാണെന്നൊക്കെ പറയുമ്പോൾ, പരിശുദ്ധ അമ്മ കുരിശിനുള്ള ഹൃദയത്തിലൂടെ 7 വ്യാകുലവാൾ കടന്നുപോയി സഹനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചവളാണ്. അമ്മയുടെ ജീവിതം മുഴുവനും ദുഃഖവും സഹനവുമായിരുന്നു. യേശു പിതാവ്, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, പരിശുദ്ധ അമ്മ ഈ ലോകത്തുള്ള ഒന്നിനും വേണ്ടി ദൈവസന്നിധിയിൽ തൻ്റെ മകനോട് പറഞ്ഞിട്ടില്ല. തൻ്റെ ജീവിത പങ്കാളിയായിരുന്ന യോസേപ്പ് മരിക്കുമ്പോൾ പോലും, അല്ലേ, ഇന്നൊന്നും യേശുവിനെ മരിച്ചവരെ ഉയർപ്പിച്ച് യേശുവിന് വേണമെന്ന് ഉയർപ്പിച്ച് കൊടുക്കാമായിരുന്നില്ലേ? ഇല്ല. യേശു തൻ്റെ അമ്മ, ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മ തൻ്റെ മകൻ മരിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമായിരുന്നല്ലോ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നമ്മൾ അമ്മ ഞാൻ വീണ്ടും ഓർപ്പിച്ചില്ലേ, നമുക്ക് അവൾ ചിന്തിക്കേണ്ടതാണ്. കാരണം യേശു തൻ്റെ അമ്മയെ നമുക്ക് നൽകിയത് കാനായിലെ കല്യാണ വിരുന്നിലല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതിന് നമ്മുടെ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി ആയിരിക്കും യേശു തൻ്റെ അമ്മയെ നമുക്ക് നൽകുന്നില്ല. അവിടെ ദൈവവചനം പാലിക്കാനല്ലേ, അവിടെ വീടിൻ്റെ കുറവൊക്കെ നികത്താൻ വേണ്ടി അമ്മ യേശുവിൻ്റെ ആദ്യത്തെ ദൈവിക ഇടപെടലിനോട് ഇനാഗുറേഷൻ പോലെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് അമ്മയുടെ പ്രേരണയാൽ, ഞാൻ പറയാം, അത് അത്ഭുതം. ആ പരിശുദ്ധ അമ്മ യേശുവിൻ്റെ സുവിശേഷ വേലയുടെ ഇനാഗുറേഷൻ നടത്തുകയാണ് അവിടെ നടത്തി. പൂർണ്ണമായിട്ടും ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചതുപോലെ യേശുവിനെ തേടി വരുമ്പോൾ മക്കളും ബന്ധുക്കളും എല്ലാം കൂടെ പറഞ്ഞു അവനെ പിടിച്ചുകൊണ്ടു, അവന് സുബോധം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും പുറത്ത് നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോൾ യേശു ഇറങ്ങി വന്നില്ല. അമ്മയെ ബഹുമാനിക്കാതിരിക്കൊന്നും ആയിരുന്നില്ല. ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? ചുറ്റുപാട് തന്നോട് ചേർന്നിരിക്കുന്ന അപ്പസ്തോലന്മാരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരൻ പറഞ്ഞെന്നാ, എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരനും. പിന്നീട് നമ്മൾ പല കാര്യങ്ങളും കാണാം. പക്ഷേ കുരിശിൻ്റെ ചുവട്ടിലാണ് അമ്മ. യേശു തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത് തൻ്റെ സുവിശേഷം പൂർത്തീകരിക്കപ്പെട്ടവരാണ്, തൻ്റെ വചനം പൂർത്തീകരിക്കപ്പെട്ടവരാണ്. തൻ്റെ ജീവിതത്തിലെ ദൈവവചനം പൂർത്തീകരിക്കാൻ കുരിശിൻ്റെ പിന്നാലെ പോയത് ഈ പരിശുദ്ധ അമ്മയാണ്. കുരിശിനെ മാറ്റിവെച്ചില്ല, സഹനത്തെ ആയുധമാക്കി സ്വീകരിച്ചു. സാത്താനെതിരെ പോരാടിയത് കുരിശിന്റെ പിന്നാലെ പോയിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മ. ആ കുരിശിന്റെ ചൂട്ടിൽ തന്റെ പുത്രന്റെ മൃതശരീരം അല്ലെങ്കിൽ കുരിശ് കിടന്ന് പിടയുമ്പോഴും അമ്മ കാലിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ധൈര്യത്തോടെ സാത്താനോട് പോരാടി. വചനം നിറവേറുകയാണ്. നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മളെ കേട്ട അടികളാണ് അവൻ ഏറ്റത് എന്ന് യെശയ്യായുടെ വചനമൊക്കെ അമ്മ ഉരുവിട്ടുകൊണ്ട് അവിടെ നിന്നു. സാത്താൻ അവിടെ പരാജയപ്പെട്ടു. അമ്മ ഓടിയൊന്നുമില്ല. സാത്താന്റെ ശത്രുവ ഒരു സൈന്യനിര തന്നെ എന്ന് പറയുമ്പോൾ അമ്മ അവിടെ നിന്നു കുരിശിന്റെ ചുവട്ടിൽ. അവസാനം നമ്മൾ കുരിശിന്റെ വഴിയിൽ, വചനത്തിലില്ല, പക്ഷെ കുരിശിന്റെ വഴിയിൽ നമ്മൾ കാണുന്നില്ലേ മാതാവിന്റെ മടിയിൽ മൃതശരീരം കിടത്തിയെന്നൊക്കെ. അതൊക്കെ കിടത്തി കാണുന്ന ഒരു പക്ഷേ ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ല, പക്ഷെ കുരിശിന്റെ വഴിയിലുണ്ട്. പക്ഷെ അത് സാധാരണ നമ്മൾ ചെയ്യുന്നല്ല. അമ്മ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അമ്മയുടെ മടിയിൽ അവർ കിടത്തിക്കാണും. അത് അമ്മയുടെ ദുഃഖത്തിന്റെ അങ്ങേയറ്റം ആഴം കൂട്ടിയൊരു സംഭവമായിരുന്നില്ല. അത് അങ്ങേയറ്റം സഹനം, സാത്താനോട് പോരാടാനായിട്ട് സഹനം സ്വീകരിച്ച് സാത്താന്റെ ശത്രുവായി സൈന്യനിരയായി തീർന്ന സഹനത്തിലൂടെയാണ്. ആ പരിശുദ്ധ അമ്മയെ പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ പല സഹനങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണല്ലേ. നമ്മൾ അറിയണം, പലപ്പോഴും പരിശുദ്ധ അമ്മ ഒറ്റക്കാരോ എൻ്റെ മകനെ അനുസരിക്കുക, ഡു വാട്ട് എവർ ഹി ടെൽസ് യു ഡു, അവൻ പറയുന്ന പോലെ ചെയ്യാൻ പ്രിയമുള്ളവരെ. അതുകൊണ്ട് യോഹൻ പൗലോസ്ലീഹ അതേക്കുറിച്ചൊക്കെ നമ്മുടെ ജീവിതത്തിലല്ലേ. ഒരു കാരണവശാലും ഞാനിത് വീണ്ടും വീണ്ടും പറയാണ്, യേശുവിനെ സംശയിക്കരുത്. നമ്മുടെ കുടുംബത്തിലുണ്ടായ ദുഃഖങ്ങളോ അപമാനങ്ങളോ ഒന്നും ദൈവം വരുത്തിയതല്ല, അത് സാത്താൻ കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട് ഇങ്ങനെയാണ്, ദൈവം റോമർ 8:31-32 പറയാണ്, സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ ദൈവപിതാവ്. കാൽവരിയില് ഗസമേ തോട്ടം മുതല് യേശുവിനെ പിതാവ് കൈവിട്ട് കളഞ്ഞു.
ഇതെന്താണെന്നറിയാവും? ഇന്നലെ ഒരു പ്രഭാഷണം ഞാൻ കേൾക്കുമ്പോഴാണ് എനിക്ക് ഗുണമായിട്ട്, എന്തുകൊണ്ട് തന്നെ നമ്മുടെ പാപം മുഴുവൻ, നമ്മളുടെ സകല അശുദ്ധിയും യേശുവിലുണ്ടായിരുന്നു. പരിശുദ്ധരിൽ പരിശുദ്ധനായ തന്റെ പുത്രൻ ഇവന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പറഞ്ഞ അവനിപ്പോൾ ഇതാ നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് അവനിപ്പോൾ വിരൂപനായി തീർന്നിരിക്കുന്നു. ദൈവപിതാവിന്റെ മകൻ, പിതാവ് അവനെ തിരിഞ്ഞു നോക്കിയില്ല. എന്റെയും നിങ്ങളുടെയും മനുഷ്യവർഗത്തിന്റെയും മുഴുവനും പാപം അവന്റെ മേൽ ചുമന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി പാപമായി മാറി, അവൻ നമുക്ക് വേണ്ടി ശാപമായി മാറി എന്ന് പൗലോസ്ലീഹ പറഞ്ഞതാ. പിതാവ് മുഖം തിരിച്ചു കളഞ്ഞ് അവനെ കണ്ടപ്പോൾ. കാരണം നമ്മുടെ മുഴുവനും സാത്താന്റെ രൂപം അവന്റെ ഉള്ളിലേക്ക് അവൻ ആവാഹിച്ചെടുത്തു. നമ്മളുടെ പാപങ്ങളും ശാപങ്ങളും മുഴുവനും അവന്റെ മേൽ വന്നവൾ പിതാവ് മുഖം തിരിച്ചു കളഞ്ഞു, അവനെ നോക്കിയില്ല, അവനെ കൈവിട്ടു. വെറുപ്പോടെയല്ല, നമുക്ക് വേണ്ടിയാണ്. നമ്മളെ നോക്കാൻ പറ്റാതിരുന്ന അവസ്ഥ ഇപ്പൊ അവനെ നോക്കാൻ പറ്റുന്നില്ല. സ്വപുത്രനെ പോലാണ് റോമർ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ നമുക്ക് പകരമായിട്ട് അവനോടുകൂടി സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എന്താ ധ്യാനിക്കുന്നല്ല. എന്നിട്ട് റോമർ 8:37 പലപ്പോഴും ചിന്തിച്ചാണ്, നമ്മെ സ്നേഹിച്ചവൻ അവൻ എന്താ? യേശു, ഞാൻ ഇന്നലെ പറഞ്ഞു, യേശു പാപികളായ നമ്മളെ അവന്റെ ഉള്ളിലേക്ക്, മനുഷ്യവർഗം മുഴുവനെയും സകല പാപികളെ അവന്റെ ആത്മാവിലേക്ക് സ്വീകരിച്ചപ്പോൾ അവന്റെ രൂപം വികൃതമായി പോയി. പരിശുദ്ധരിൽ പരിശുദ്ധനായിരുന്നവൻ പാപികളെ തന്റെ ഉള്ളിലേക്ക് ഈശോ അഞ്ചിലെ ആ ദിവസം നിങ്ങൾ അറിയും, ഞാൻ എൻ്റെ പിതാവിന്റെ ഉള്ളിൽ, നിങ്ങൾ എൻ്റെ ഉള്ളിൽ. അതെ, യേശു നമ്മളെ തൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് കുരിശിൽ കിടന്നത്. നമ്മളെ തൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് കല്ലറയിൽ കിടക്കപ്പെട്ടത്. നമ്മളെ തൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് നരകത്തിലേക്ക്, പാതാളത്തിലേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു കയറിയത്. നമ്മളെ തൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് കയറി അവിടെ ഒരു സ്ഥാനം നമുക്ക് ഉറപ്പിച്ചു തന്നത്. ആമേൻ. നമ്മളിത് അറിയണം. അവിടെ മഹത്വത്തിലേക്ക് നമ്മളെ ഉയർത്തി. അവൻ കുരിശിൽ മരിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞ് നമ്മളെ മഹത്വത്തിലേക്ക്, അവന്റെ രൂപം, അതായത് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, അവന്റെ വരവെങ്കിൽ അവൻ നമ്മളെ മഹത്വപ്പെടുത്തിയത് കൊണ്ട്, അവൻ നമ്മളെ മഹത്വപ്പെടുത്തി പിതാവിന്റെ വലത്തുവത് കയറാൻ യോഗ്യത എന്നുകൊണ്ട് നമ്മൾ വിശുദ്ധി ജീവിക്കുവാണെങ്കിൽ അവൻ രണ്ടാമത്തെ വരവെങ്കിൽ നമ്മളെല്ലാം അവന്റെ രൂപം ധരിക്കും. കാരണം അവൻ നമ്മളെ വിശുദ്ധീകരിച്ചു. പിതാവിന്റെ മുമ്പിൽ നമ്മളെ നിർത്താൻ തക്കവണ്ണം നമ്മളെ സുന്ദരന്മാരും സുന്ദരികളുമാക്കി ദൈവപിതാവിന്റെ രൂപം നമുക്ക് നൽകി. പാപമൂലം നഷ്ടപ്പെട്ട വികൃതമായ നമ്മുടെ ആത്മാവിനെ അവന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അവൻ വികൃതമാക്കപ്പെട്ടു. ഏശയ്യാ 52 പറഞ്ഞു, അവന്റെ രൂപം കണ്ടവർ അമ്പരന്നു പോയി. അവന്റെ രൂപം വികൃതമായിരുന്നു. നമ്മുടെ പാപമൂലം പാപികളായ നമ്മളെ അവന്റെ ഉള്ളിൽ വഹിച്ചപ്പോൾ അവൻ വികൃതമാക്കപ്പെട്ടു. അത് ഏതാണ് പറഞ്ഞത്? റോമർ 8:37 നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, പാപികളായ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. അവനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ഇത്രയും വലിയ പാപിയായിരുന്നിട്ടും എന്നെ സ്നേഹിച്ച് എന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ സകല കുറവുകൾ, എന്തെല്ലാം എൻ്റെ പാപങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും, അതെല്ലാം അവൻ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പകരമായി അതിനുവേണ്ടി ശിക്ഷ അനുഭവിച്ചു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്നാൽ ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തില് ആരെങ്കിലും മരിച്ചത് അവൻ മൂലം മരിച്ചെന്ന? ഇല്ല. അവൻ നമുക്ക് വേണ്ടി മരിച്ചവനാണ്, അല്ലേ? അവൻ നമുക്ക് വേണ്ടി മരിച്ചവനാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അവൻ മൂലമാണ് എൻ്റെ ഒരാൾ മരിച്ചുപോയതെന്ന്. അവനും മരിച്ചതാണ് നമുക്ക് വേണ്ടിയിട്ട്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തെ നമ്മളെ വേർപെടുത്താൻ കഴിയില്ലെന്ന് ഉറപ്പുണ്ടോ? നമുക്കുണ്ടായിരിക്കണം, നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഉറപ്പുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, യോഹന്നാൻ ശ്ലീഹ പത്രോസിനോടൊപ്പം മഗ്ദലന മറിയോ മറ്റു സ്ത്രീയും വന്ന് പറഞ്ഞപ്പോൾ
അവനെ അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ പത്രോസും കൂടെ കല്ലറയിലേക്ക് പോയി. നമ്മൾ യോഹന്നാന് 20 വായിക്കുന്നതിന് മൂന്നാമത്തെ വചനം. എന്നിട്ട് പറയണം, അവർ ഓടുകയായിരുന്നു, അങ്ങോട്ട് ഓടുകയായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പത്രോസിനെ തള്ളി മാറ്റിയിട്ട് യോഹന്നാൻ മുമ്പിൽ ഓടി. ഏറ്റവും അധികം യേശു സ്നേഹിച്ച് യേശുവിനെ ശിഷ്യന് അവകാശപ്പെടുന്ന യോഹന്നാൻ. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓടി നമ്മുടെക്കാൾ മുമ്പിൽ കയറി ഓടിക്കയറുകയാണ് യേശുവിനെ കാണാൻ. അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ ഈ പത്രോസ് മാർപ്പാപ്പയാണ്, അതൊക്കെ കൊള്ളാം. പക്ഷേ യേശുവിനെ ഞാൻ പത്രോസ് നിന്നേക്കാൾ കൂടുതൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ ഓടി പത്രോസിന്റെ മുമ്പിൽ ചെന്ന് കല്ലറയിൽ ആദ്യം നോക്കിയപ്പോൾ അവനവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി. പക്ഷെ എന്നാൽ പറഞ്ഞ പോലെ പത്രോസിനെ സഭയുടെ തലവനായ പത്രോസിനെ ബഹുമാനിച്ചുകൊണ്ട് മാറി നിന്നു. പത്രോസ് ഉള്ളിൽ കയറി കടന്നു. യോഹന്നാൻ തലകൊണ്ട് നോക്കിയതേ ഉള്ളൂ. പത്രോസ് ഉള്ളിൽ കയറി കടന്ന് ഉറപ്പ് വരുത്തി. ഞാൻ പറഞ്ഞത് സഭയുടെ ഉറപ്പ് നമ്മളത് അനുസരിക്കണം പ്രിയമുള്ളവരെ. സഭ ഔദ്യോഗികമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ അംഗീകരിക്കാവൂ. വേറൊന്നിൻ്റെ പിറകെ പോകരുത് നമ്മൾ. സാത്താൻ അവിടെയെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈശോയുടെ സ്നേഹം ഒന്നിൽ നമ്മളെ നമുക്ക് വേണ്ടി മരിച്ചുയർത്തുമെന്ന് ജീവിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവിനെയും ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്ന അനേക വിശ്വാസികളുടെ ഈ കൂട്ടായ്മ ഉയർത്തുകയാണ്. ഈശോയുടെ ദീപികാരൻ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ പരമാ ദീപികാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.